ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയുന്നത് മയ്യത്ത് നിസ്കാരവുമായി ബന്ധപ്പെട്ട വിശാലമായ ചർച്ചയാണ്. നമ്മുടെ വാപ്പ മരണപ്പെട്ടാൽ, ഉമ്മ മരണപ്പെട്ടാൽ, അല്ലെങ്കിൽ ഭാര്യയോ ആരെങ്കിലും ഒക്കെ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഉടൻ തന്നെ പള്ളിയിലെ ഉസ്താദിനെ ഫോൺ വിളിക്കും. ഉസ്താദെ, നിങ്ങൾ തന്നെ ഇമാമ് നിൽക്കണേ, കാരണം എനിക്ക് പേടിയാണ് നിസ്കരിക്കാൻ, അല്ലെങ്കിൽ എനിക്ക് തക്ബീർ മറന്നുപോകും. അങ്ങനെയൊക്കെ പേടിച്ച് അന്താളിച്ച് നിൽക്കുന്ന പലരുമുണ്ട്. ഒരുപാട് പേർക്ക് മയ്യത്ത് നിസ്കാരത്തിൻ്റെ രൂപം അറിയാമെങ്കിലും ആ സമയത്തൊന്ന് പതറിപ്പോകും. മയ്യത്ത് നിസ്കാരത്തിന് റുക്കൂ ഉണ്ടോ, സുജൂദി പോണോ എന്നൊക്കെയുള്ള പല പല ചിന്തകൾ പലരും എന്നോട് ചോദിച്ചിരുന്നു. അപ്പോൾ മയ്യത്ത് നിസ്കാരത്തിൻ്റെ പൂർണ്ണമായ രൂപം ഇൻഷാ അല്ലാഹ് വിശദീകരിച്ച് തന്നെ ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. വാപ്പ മരിച്ച് നമ്മുടെ മുന്നിൽ കിടക്കുന്ന സമയത്ത് എങ്ങനെയാണ് വാപ്പക്ക് വേണ്ടി നമ്മൾ മയ്യിത്ത് നിസ്കരിക്കേണ്ടത്? ഉമ്മയാണ് കിടക്കുന്നതെങ്കിൽ ആ ഉമ്മക്ക് വേണ്ടി എങ്ങനെയാണ് നമ്മൾ ആ നിസ്കാരത്തിൽ ദുആ ചെയ്യേണ്ടത്? പല ആണുങ്ങൾക്കും അറിയാത്ത, പെണ്ണുങ്ങൾക്കും അറിയാത്ത മയ്യിത്ത് നിസ്കാരവുമായി ബന്ധപ്പെട്ട ഒരുപാട് മസ്അലകൾ വിശാലമായി ചർച്ച ചെയ്യുന്ന ഈ ഒരു ക്ലാസ് നിങ്ങൾ അവസാനം വരെ കാണണം. മറ്റുള്ളവർക്ക് കൂടി ഇത് എത്തിച്ചു കൊടുക്കാൻ മറന്നു പോവരുത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. ഏറ്റവും സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, സഹോദരിമാരെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ക്ലാസ്സും അതുപോലെ തന്നെ നമ്മളിവിടെ പറയുന്ന ഓരോ കാര്യങ്ങളും അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരുപാട് പ്രതിഫലം കിട്ടുന്ന വലിയൊരു അമലായി അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്നും മരണപ്പെട്ടു പോയ മുഴുവൻ ആളുകൾക്കും അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും ഏറ്റി കൊടുക്കുമാറാവട്ടെ. ഒരുപാട് പേര് പലവിധ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ്. എല്ലാവരുടെയും പ്രശ്നങ്ങളും പ്രതിസന്ധികളും രോഗങ്ങളും അള്ളാഹു മാറ്റി സലാമത്ത് നൽകട്ടെ, ആമീൻ. ഒരുപാട് ഉമ്മമാരും ഉപ്പമാരും നേരിട്ടും അതല്ലാതെ നമ്മുടെ വീഡിയോകൾക്ക് താഴെയൊക്കെയായി പലപ്പോഴായി പറയുന്ന ഒരു കാര്യമാണ്, ഉസ്താദെ, മയ്യത്ത് നിസ്കാരവുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ നിങ്ങൾ ചെയ്യണേ എന്ന്. ഇൻഷാ അല്ലാഹ് ഒരുപാട് പേർക്ക് മയ്യത്ത് നിസ്കാരത്തിൻ്റെ രൂപവും അതിൻ്റെ കോലും ഒക്കെ അറിയാം. എല്ലാ ദിവസവും നമ്മൾ നിസ്കരിക്കാത്തത് കൊണ്ട് നമുക്ക് ആ മയ്യത്ത് മുന്നിൽ വരുമ്പോഴാണ് നമ്മൾ നിസ്കരിക്കുക. പക്ഷേ പലപ്പോഴും ആ സമയത്ത് എങ്ങനെയാണ്, ഒന്നാമത്തെ തക്ബീറിന് ശേഷം എന്താണ്, രണ്ടാമത്തെ തക്ബീറിന് ശേഷം എന്താണ്, റുക്കൂ ഉണ്ടോ, സുജൂദ് ഉണ്ടോ, അങ്ങനെയൊക്കെ പല പല ചിന്തകൾ പല ആളുകൾക്കും വരാറുണ്ട്. പലരും എന്നോട് തന്നെ ചോദിച്ചിട്ടുമുണ്ട് ഒരുപാട് സംശയങ്ങൾ. ഇൻഷാ അല്ലാഹ് മയ്യത്ത് നിസ്കാരം വളരെ സിമ്പിളായി നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടാം. നമ്മുടെ ഈ ചാനലിൽ തന്നെ മരണാസന്നനായ വ്യക്തി, അതായത് മരിക്കാൻ കിടക്കുന്ന വ്യക്തിയുടെ അടുക്കൽ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങൾ വിശദീകരിച്ച് നമ്മളൊരു വീഡിയോ പറഞ്ഞിരുന്നു. അതിനുശേഷം ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അയാളുടെ അടുക്കൽ വെച്ച് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങൾ അതും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ മയ്യത്തിനെ എങ്ങനെയാണ് കുളിപ്പിക്കേണ്ടത് അതിൻ്റെ വ്യക്തമായ രൂപം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ മരിച്ച ആളുകൾക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്നവർ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അതും നമ്മൾ വിശദമായി കഴിഞ്ഞ വീഡിയോകളിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയിൽ സെർച്ച് ചെയ്താൽ ആ വീഡിയോകൾ കിട്ടും. അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക. അല്ലാഹു തആല നമ്മളെ സ്വീകരിക്കട്ടെ. നമ്മൾ കടക്കുന്നു മയ്യത്ത് നിസ്കാരം. മയ്യത്ത് നിസ്കാരം വളരെ സിമ്പിളാണ്. ഒരുപാട് നമ്മൾ ചിന്തിച്ച് ആലോചിച്ച് നിസ്കരിക്കേണ്ട ഒരു നിസ്കാരമൊന്നുമല്ല. അത് വളരെ സിമ്പിളായി നമുക്ക് നിസ്കരിക്കാം. പക്ഷേ നമുക്ക് ഇഖ്ലാസ് വേണം, തഖ്വ വേണം. ഇപ്പോൾ ഒരു മയ്യത്ത് പള്ളിയിൽ കൊണ്ടുവന്ന് വെച്ചാൽ അവിടെ ആ ഉസ്താദ്, ഖത്തീബ് ഉസ്താദ്, ഇമാം ഉസ്താദ് ഈ മയ്യത്ത് നിസ്കാരത്തിൻ്റെ രൂപം അവിടെ വിശദീകരിച്ചു തരും. അത് സ്വാഭാവികമാണ്. കാരണം വല്ലപ്പോഴുമാണല്ലോ ഈ മയ്യത്ത് നിസ്കരിക്കുക. വല്ലപ്പോഴും മയ്യത്ത് നിസ്കരിക്കുന്നത് കൊണ്ട് ആ മയ്യത്ത് നിസ്കാരത്തിൻ്റെ രൂപം ആ ഉസ്താദ് നമുക്ക് വിവരിച്ചു തരുമ്പോൾ നമുക്കൊരു ആശ്വാസമാണ്. കാരണം നമ്മൾ മറന്നുപോയ പല കാര്യങ്ങളും ആ സമയത്ത് ഓർക്കാറുണ്ട്. ഇവിടെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നുണ്ട് മയ്യത്ത് നിസ്കാരവുമായി ബന്ധപ്പെട്ട്. അതിൽപ്പെട്ട ചില കാര്യങ്ങൾ ആദ്യം തന്നെ എൻ്റെ ഉമ്മമാർക്കും ഉപ്പമാർക്കും ഞാനൊന്ന് ഓർമ്മപ്പെടുത്തി തരികയാണ്. ആദ്യം തന്നെ ഈ മയ്യത്ത് നിസ്കരിക്കുന്ന വ്യക്തി അവൻ അശുദ്ധിയിൽ നിന്നും ശുദ്ധിയാവണം, നജസിൽ നിന്നും ശുദ്ധിയാവണം. ആ മയ്യത്ത് നിസ്കാരമല്ലേ, ഇപ്പോൾ സാധാ ഫർള് പോലെ ളുഹർ അസറൊന്നും അല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ വുളു വേണോ എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട്. വുളു വേണം, വുളുവോട് കൂടിയാണ് നിസ്കരിക്കേണ്ടത്. മയ്യത്ത് നിസ്കാരത്തിന് റുക്കുവും സുജൂദൊന്നും ഇല്ലല്ലോ, അതുകൊണ്ടിപ്പോൾ വുളു ഇല്ലെങ്കിൽ കുഴപ്പമില്ല എന്നൊക്കെ ചിന്തിക്കുന്ന ചില ചെറുപ്പക്കാരുണ്ട്. അങ്ങനെ ഒരാൾ എന്നോട് ചോദിച്ചത് കൊണ്ടാണ് ഞാനിത് എടുത്തു പറയുന്നത്. ഉസ്താദ്, മയ്യത്ത് നിസ്കാരത്തിന് വുളു വേണോ? കാരണം അത് റുക്കുവും സുജൂദും ഇല്ലാത്ത നിസ്കാരമല്ലേ? റുക്കുവും സുജൂദും ഇല്ലാത്ത നിസ്കാരമാണ് മയ്യത്ത് നിസ്കാരം. പക്ഷേ അതൊരു നിസ്കാരമാണ്.
അള്ളാഹുവിന് വേണ്ടി ചെയ്യുന്ന ഇബാദത്താണ്. നമ്മുടെ മുന്നിലുള്ള ആ മയ്യത്തിൻ്റെ മഗ്ഫിറത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന ഇബാദത്താണ്. അതുകൊണ്ട് വുളൂ വേണം. അതായത് വലിയ ശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവണം, ചെറിയ ശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവണം. അതായത് ജനാബത്തുകാരനാണെങ്കിൽ അവൻ കുളിക്കൽ നിർബന്ധമാണ്. അതുപോലെ തന്നെ ചെറിയ അശുദ്ധിക്കാരൻ വുളൂ ഇല്ലാത്തവനാണെങ്കിൽ അവൻ വുളൂ എടുക്കണം, എന്നാലേ അവനിക്ക് മയ്യത്ത് നിസ്കരിക്കാൻ പറ്റൂ. അപ്പോൾ എന്താ വേണ്ടത്? അശുദ്ധിയിൽ നിന്നും ശുദ്ധിയാവണം, നജസിൽ നിന്നും ശുദ്ധിയാവണം. ഇതൊന്നാമത്തെ കാര്യം. 2, ഖിബിലക്ക് മുന്നിട്ടായിരിക്കണം നിസ്കരിക്കേണ്ടത്. പല ആളുകളും ഈ മയ്യത്ത് നിസ്കാരത്തെ തെറ്റിദ്ധരിച്ചിരിക്കുക. എപ്പോൾ വേണമെങ്കിലും എവിടെ വെച്ചും എങ്ങനെയും നിസ്കരിക്കാൻ പറ്റുന്ന ഒരു നിസ്കാരമാണ് എന്ന് തെറ്റിദ്ധരിച്ചിരിക്കുക. അങ്ങനെയല്ല, ഖിബിലക്ക് മുന്നിട്ടായിരിക്കണം മയ്യത്ത് നിസ്കാരം നിസ്കരിക്കേണ്ടത്. പിന്നെയോ മൂന്നാമതായി മഹത്തുക്കളായ പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരുന്നു, ഈ മയ്യത്ത് നിസ്കരിക്കുന്ന സമയത്ത് സാധാരണ നമ്മൾ നിസ്കരിക്കുമ്പോൾ, സാധാരണ ളുഹ്ർ അസ്റൊക്കെ നിസ്കരിക്കുന്ന സമയത്തുള്ള പോലെ ഔറത്ത് മറച്ചിട്ടായിരിക്കണം നിസ്കരിക്കേണ്ടത്. 4-ാമത്തെ കാര്യം, മയ്യത്തിൻ്റെ ശുദ്ധി മുൻകടക്കണം. അതായത് മയ്യത്തിനെ കുളിപ്പിച്ചിട്ട് വേണം മയ്യത്ത് നിസ്കരിക്കാൻ. ഒരാൾ മരിച്ചു എന്നറിഞ്ഞാൽ അപ്പം തന്നെ അവിടെ പോയിട്ട് അല്ലാഹു അക്ബർ കൈകെട്ടലല്ല. ഒരാൾ മരിച്ചു എന്നറിഞ്ഞാൽ അയാളെ മയ്യത്ത് കുളി ഉണ്ടല്ലോ, പുറമായി മയ്യത്ത് കുളി എങ്ങനെയാണ് നമ്മൾ നമ്മുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, അത് നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കിട്ടുന്നതാണ്. അതായത് മയ്യത്ത് ശുദ്ധിയാവണം, മൊത്തം മയ്യത്തിനെ കുളിപ്പിച്ചിട്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? മയ്യത്ത് നിസ്കാരം നിർവഹിക്കേണ്ടത്. അതുപോലെ 5-ാമത്തെ ഒരു കാര്യം, മയ്യത്ത് മുന്നിൽ വേണം. മയ്യത്ത് മുന്നിൽ വെച്ചിട്ടായിരിക്കണം മയ്യത്ത് നിസ്കരിക്കേണ്ടത്. മയ്യത്ത് ഏതോ ഒരു സൈഡിൽ ഇരിക്കുന്നു, അല്ലെങ്കിൽ മയ്യത്ത് പുറകിലിരിക്കുന്നു, അങ്ങനെയല്ല. ശാഫിഈ മദ്ഹബ് പ്രകാരം ശ്രദ്ധിക്കേണ്ടത് മയ്യത്ത് മുന്നിൽ വേണം, ആ മയ്യത്തിൻ്റെ പുറകിൽ നിന്നായിരിക്കണം നിസ്കരിക്കേണ്ടത്. ഹനഫി മദ്ഹബ് പ്രകാരം മയ്യത്ത് മുന്നിൽ വേണം, മയ്യത്ത് മുന്നിലില്ലാതെ നിസ്കരിക്കാൻ പാടില്ലെന്നാണ്. മയ്യത്ത് മുന്നിൽ വേണം, മയ്യത്ത് അവിടെ ഹാദിറാവണം, എന്നാലേ ആ നിസ്കാരം ശരിയാകൂ. ശാഫിഈ മദ്ഹബ് പ്രകാരം മയ്യത്ത് അവിടെ ഉണ്ടെങ്കിലും മയ്യത്ത് ഇല്ല എങ്കിലും നിസ്കരിക്കാം എന്നാണ്. മയ്യത്ത് നിസ്കാരം മയ്യത്ത് മുന്നിലുണ്ടെങ്കിലും നിസ്കരിക്കാം, മയ്യത്ത് ഇല്ല എങ്കിലും നിസ്കരിക്കാം. പിന്നെ മയ്യത്ത് മുന്നിലുണ്ട് എങ്കിൽ, മയ്യത്ത് ഹാദിറാണ് എങ്കിൽ മയ്യത്തിനെ മുന്നിൽ വെച്ചിട്ടായിരിക്കണം അതിൻ്റെ പുറകിൽ സ്വഫായിട്ട് നിന്നിട്ട് വേണം നിസ്കരിക്കാൻ. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, വെള്ളിയാഴ്ച ദിവസം എല്ലാ പള്ളികളിലും കാണാൻ നമുക്ക് മറ്റേ നിസ്കാരം കഴിഞ്ഞ് ഉസ്താദ് പറയും, അല്ലെങ്കിൽ മുഅദ്ദിൻ ഉസ്താദ് പറയും, ഒരു 2 പേർക്കുള്ള മയ്യത്ത് നിസ്കാരമുണ്ട്, അല്ലെങ്കിൽ ഒരു 3 പേർക്ക്, അല്ലെങ്കിൽ ഒരു ലിസ്റ്റ് വായിക്കും, 1 2 3 4 5 6 എന്നൊക്കെ പറഞ്ഞാൽ ഓരോ ആളുകളുടെ പേരൊക്കെ വായിക്കും. എന്നിട്ട് ഇവർക്ക് വേണ്ടിയുള്ള മയ്യത്ത് നിസ്കാരം ഉണ്ടെന്നൊക്കെ പറയും. അവിടെ ആരുടെയും മയ്യത്ത് വെച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ശാഫിഈ മദ്ഹബ് പ്രകാരം മയ്യത്ത് ഹാദിറല്ലാത്ത ആളുകൾക്ക് വേണ്ടി നിസ്കരിക്കാവുന്നതാണ്. പക്ഷേ ഹനഫി മദ്ഹബ് പ്രകാരം മയ്യത്ത് ഉണ്ടെങ്കിൽ മാത്രം, മയ്യത്ത് മുന്നിലുണ്ടെങ്കിൽ മാത്രമേ മയ്യത്ത് നിസ്കരിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഈ മദ്ഹബ് തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട് എന്ന് മാത്രം. പിന്നെ മറ്റൊരു കാര്യം, നിൽക്കാൻ കഴിവുള്ളവർ നിന്ന് തന്നെയാണ് മയ്യത്ത് നിസ്കരിക്കേണ്ടത്. നിൽക്കാൻ കഴിവുള്ളവർ നിന്ന് തന്നെയാണ് മയ്യത്ത് നിസ്കരിക്കേണ്ടത്. നിൽക്കാൻ തീരെ പറ്റാത്തവർക്ക് മാത്രമേ ഇരുന്ന് നിസ്കരിക്കാൻ പറ്റൂ. അപ്പോൾ മയ്യത്ത് നിസ്കാരം ശ്രദ്ധിക്കേണ്ട 6 കാര്യങ്ങൾ നമ്മളിവിടെ വിശദീകരിച്ചു. 6-ാമത്തെ കാര്യം നമ്മൾ പറഞ്ഞത്, നിൽക്കാൻ കഴിവുള്ളവർ നിന്ന് തന്നെയായിരിക്കണം മയ്യത്ത് നിസ്കരിക്കേണ്ടത്. 7-ാമത്തെ കാര്യമാണ്, 4 തക്ബീറാണ് മയ്യത്ത് നിസ്കാരത്തിലുള്ളത്. 4 റക്അത്തല്ല, 4 തക്ബീറാണ്. ശ്രദ്ധിച്ചു കേട്ടോ. ഇനി ആ മയ്യത്ത് നിസ്കാരത്തിൻ്റെ പൂർണ്ണമായ രൂപം നമ്മൾ പറയുന്നത് മയ്യത്ത് നിസ്കാരത്തിന് 4 തക്ബീറാണ്. ഇനി രൂപത്തിലേക്ക് നമ്മൾ കടക്കുക. 4 തക്ബീറാണ്. എങ്ങനെയാ തക്ബീർ? അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. 4 തക്ബീർ. 4 തക്ബീറാണ് മയ്യത്ത് നിസ്കാരം. അത് കഴിഞ്ഞ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ 4 തക്ബീർ കഴിഞ്ഞ് സലാം വിട്ടു. ഇതാണ് മയ്യത്ത് നിസ്കാരത്തിൻ്റെ രൂപം. ഇനി അതിൻ്റെ ഉള്ളിൽ പറയേണ്ട കാര്യങ്ങളും വിശദീകരിച്ചു തരാം. ഇവിടെ ആദ്യം തന്നെ മയ്യത്ത് നിസ്കാരത്തിൻ്റെ നിയ്യത്ത് പറയാൻ പോകുന്നു. മയ്യത്ത് നിസ്കാരത്തിൻ്റെ നിയ്യത്ത്. അപ്പോൾ നമ്മൾ പറഞ്ഞു, മയ്യത്ത് മുന്നിൽ വെക്കണം, അതിൻ്റെ പുറകിൽ ഇമാമായ ആരാണോ അയാൾ നിൽക്കണം, അതിനുശേഷം മഅ്മൂമിങ്ങളായ, അതായത് ഇമാമിൻ്റെ പുറകിലുള്ള ആളുകൾ സ്വഫായി ഒരു 3 സ്വഫെങ്കിലും കുറഞ്ഞത് വേണമെന്നാണ്. 3 സ്വഫ്. ഇപ്പോൾ ഒരു 10 പേരുണ്ട് എങ്കിൽ ആ 10 പേര് തന്നെ എന്താവണം, ഒരു 3 സ്വഫായിട്ട് നിൽക്കൽ ഖൈറാണ്, പ്രത്യേകം നല്ലതാണ് എന്ന് ഉലമാക്കൾ കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ മയ്യത്ത് നിസ്കാരത്തിലേക്ക് പ്രവേശിക്കാൻ പോകുന്നു. ആദ്യമായി നിയ്യത്താണ്. നിയ്യത്ത് എങ്ങനെയാണ് വെക്കേണ്ടത്? അറബിയിൽ നിയ്യത്ത് പറഞ്ഞാലും ശരിയാകും, മലയാളത്തിൽ നിയ്യത്ത് പറഞ്ഞാലും ശരിയാകും. അറബിയിൽ എങ്ങനെയാണ് നിയ്യത്ത് പറയേണ്ടത്? ഉസല്ലി ഫർള അലാ ഹാദൽ മയ്യിത്തി ലില്ലാഹി തആല. ഇതാണ് നിയ്യത്ത്. ഇനി അവിടെ ഇമാമായ ആളാണ് എങ്കിൽ, ഇമാം നിൽക്കുന്നവൻ എങ്ങനെയാണ് നിയ്യത്ത് പറയേണ്ടത്? ഉസല്ലി ഫർള അലാ ഹാദൽ മയ്യിത്തി ഇമാമൻ ലില്ലാഹി തആല.
ഇമാമ് നിൽക്കുന്ന ആൾ പറയേണ്ടത് എങ്ങനെയാണ്? ഉസല്ലി ഫർള അലാ ഹാദൽ മയ്യിത്തി ഇമാമൻ ലില്ലാഹി തആല. ഈ മയ്യിത്തിന് വേണ്ടിയുള്ള നിസ്കാരം ഇമാമായി 4 തക്ബീറോടുകൂടി അല്ലാഹു തആലാക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു. അല്ലാഹു അക്ബർ, അങ്ങനെ കേട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇനി മഅ്മൂമീങ്ങളായ ആളുകളാണെങ്കിൽ അവരെങ്ങനെയാണ് നിയത്ത് പറയേണ്ടത്? ഉസല്ലി ഫർള അലാ ഹാദൽ മയ്യിത്തി മഅൽ ഇമാമി ലില്ലാഹി തആല. മഅൽ ഇമാമി എന്നൊരു വാക്ക്, ഇമാമോടുകൂടി ഈ മയ്യിത്തിന് വേണ്ടി ഫർളാക്കപ്പെട്ട നിസ്കാരം അല്ലാഹു തആലാക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു. അല്ലാഹു അക്ബർ, അങ്ങനെയാണ് കൈകെട്ടേണ്ടത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇതാണ് നീയത്ത്. നീയത്ത് അറബി അറിയില്ലെങ്കിൽ വേണ്ട, മലയാളത്തിൽ വെച്ചാൽ മതി. ഈ മയ്യത്തിൻ്റെ മേൽ ഫർദാക്കപ്പെട്ട നിസ്കാരം 4 തക്ബീറോടുകൂടി അല്ലാഹു തആലാക്ക് വേണ്ടി, മഅ്മൂമീങ്ങളാണെങ്കിൽ ഇമാമോടുകൂടി നിസ്കരിക്കുന്നു, ഇമാമാണെങ്കിൽ ഇമാമായി ഞാൻ നിസ്കരിക്കുന്നു എന്നാണ് നീയത്ത് വെക്കേണ്ടത്. അപ്പോൾ അറബി അറിയാവുന്നവർ അറബി പറയുക, ഇനി അറബി അറിയാത്തവർ മലയാളത്തിൽ പറഞ്ഞാലും ശരിയാകുന്നതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞത് മയ്യത്ത് നമ്മുടെ മുന്നിലുണ്ട്. ഇപ്പോൾ നമ്മുടെ വാപ്പ മരണപ്പെട്ടു, വാപ്പ മുന്നിൽ കിടക്കുകയാണ്, വാപ്പയുടെ മയ്യത്ത്. ഉമ്മ മരണപ്പെട്ടു, ഉമ്മയുടെ മയ്യത്ത് കിടക്കുകയാണ്. ഭാര്യ മരണപ്പെട്ടു, ഭാര്യയുടെ മയ്യത്ത് കിടക്കും. മക്കൾ മരണപ്പെട്ടു, അവരുടെ മയ്യത്തുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ഇമാമായി നിന്ന് നിസ്കരിക്കുകയാണ്. ഇമാമായി നിന്ന് നിസ്കരിക്കുന്ന സമയത്ത് നമ്മൾ എന്താണ്, അവിടെ മുന്നിൽ നിന്നിട്ട് നമ്മൾ നിയത്ത് വെക്കുന്നു. എങ്ങനെയാണ് നിയത്ത് വെക്കേണ്ടത്? ഈ മയ്യത്തിൻ്റെ മേൽ ഫർളാക്കപ്പെട്ട മയ്യത്ത് നിസ്കാരം അല്ലാഹു തആലാക്ക് വേണ്ടി 4 തക്ബീറോടുകൂടി ഇമാമായി ഞാൻ നിസ്കരിക്കുന്നു. അല്ലാഹു അക്ബർ. മഅ്മൂമീങ്ങളാണെങ്കിൽ ഇമാമോടുകൂടി ഞാൻ നിസ്കരിക്കുന്നു എന്നാണ് അവിടെ നിയത്ത് വെക്കേണ്ടത്. പിന്നെ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, ഒരു ഉമ്മ മരണപ്പെട്ടാൽ, വാപ്പ മരണപ്പെട്ടാൽ, അവിടെ ഏറ്റവും അഹക്കായ, ഏറ്റവും അവിടെ യോജിക്കുന്നത് മക്കളിൽ മകൻ അവിടെ ഇമാമ് നിൽക്കലാണ് വേണ്ടതെന്ന്. വാപ്പ മരണപ്പെട്ടാൽ പള്ളിയിൽ ഉസ്താദല്ല, ഉമ്മ മരണപ്പെട്ടാൽ ഏതെങ്കിലും തങ്ങളല്ല നിൽക്കേണ്ടത്, മകനാണ് അവിടെ ഇമാമ് നിൽക്കേണ്ടത്. പല ആളുകൾക്കും ഇമാമ് നിൽക്കാൻ പേടിയാണ്. കാരണം എന്താ? മയ്യിത്ത് നിസ്കാരത്തിൻ്റെ രൂപം അറിയില്ല, നിസ്കാരം തെറ്റിപ്പോകുമോ എന്നൊരു പേടി. ഒരു പേടിയും വേണ്ട. ഈ വീഡിയോ കാണുമ്പോൾ തന്നെ ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ പേടി മാറണം. അപ്പോൾ അതിനുവേണ്ടിയാണ് ഇത്രയും വിശദീകരിച്ച് പറയുന്നത്. വെറുതെ ശർത്തും ഫർളും മാത്രം പറഞ്ഞു പോവാതെ വിശദീകരിച്ച് പറയുന്നതിൻ്റെ കാരണം ഇത് യഥാർത്ഥമായി നമുക്ക് മനസ്സിലാവണം, മനസ്സിൽ തറക്കണം, കേൾക്കുന്നതോടൊപ്പം തന്നെ മനസ്സിൽ തറക്കണം. അപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു? മയ്യിത്ത് നിസ്കാരത്തിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ആദ്യം പറഞ്ഞു. രണ്ടാമതായി മയ്യിത്ത് നിസ്കാരത്തിൻ്റെ രൂപത്തിലേക്ക് നമ്മൾ കടന്നു. നീയത്ത് നമ്മൾ പറഞ്ഞു. അപ്പോൾ നീയത്ത് എങ്ങനെയാണ്? ഉസല്ലി ഫർള അലാ ഹാദൽ മയ്യിത്തി, ഇമാമാണെങ്കിൽ ഇമാമൻ ലില്ലാഹി തആല എന്നും, മഅ്മൂമിങ്ങളാണെങ്കിൽ മഅൽ ഇമാമി ലില്ലാഹി തആല എന്നുമാണ് കരുതേണ്ടത്. ഈ മയ്യിത്തിൻ്റെ മേൽ ഫർളാക്കപ്പെട്ട നിസ്കാരം 4 തക്ബീറോടുകൂടി ഇമാമായി അല്ലെങ്കിൽ ഇമാമോടുകൂടി ഞാൻ നിസ്കരിക്കുന്നു. അല്ലാഹു അക്ബർ. ഇനി നമ്മുടെ മുന്നിൽ മയ്യിത്ത് ഇല്ല എന്ന് വിചാരിക്കുക. ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ പള്ളിയിൽ നിന്നും നിസ്കാരം കഴിഞ്ഞ് ഉസ്താദ് പറയുമല്ലോ, 2 പേർക്കുള്ള മയ്യിത്ത് നിസ്കാരം, 3 പേർക്കുള്ള മയ്യിത്ത് നിസ്കാരം എന്നൊക്കെ. അപ്പോൾ അവിടെ പേര് പറയും, എന്ത് റഷീദ അല്ലെങ്കിൽ ഫാത്തിമ അല്ലെങ്കിൽ അബ്ദുൾ റസാഖ് എന്നൊക്കെ പറഞ്ഞ ഒരു പേര് പറയും മരണപ്പെട്ടു പോയവരെ. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് അവിടെ നിയ്യത്ത് വെക്കേണ്ടത്? ഇപ്പോൾ ഒരു 3-ൽ കൂടുതൽ ആളുകൾ അവർക്ക് വേണ്ടിയാണ് നമ്മൾ മയ്യിത്ത് നിസ്കരിക്കുന്നത്, അവരുടെ മയ്യിത്ത് മുന്നിൽ ഇല്ല എങ്കിൽ നമ്മൾ എന്താണ് നിയ്യത്ത് വെക്കേണ്ടത്? നമ്മൾ അവിടെ നിയ്യത്ത് വെക്കേണ്ടത് ഇവിടെ പറയപ്പെട്ട ആളുകളുടെ മേൽ ഫർളാക്കപ്പെട്ട മയ്യിത്ത് നിസ്കാരം അല്ലാഹു തആലാക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്നാണ്. ഇവിടെ ഇപ്പോൾ ഒരുപാട് പേര് പറയപ്പെട്ടല്ലോ, ഓരോ ആളുടെ പേര് നമുക്ക് പറയാൻ പറ്റില്ല. ഇവിടെ പറയപ്പെട്ട ആ മയ്യിത്തുകളുടെ മേൽ ഫർളാക്കപ്പെട്ട നിസ്കാരം 4 തക്ബീറോടുകൂടി, ഇമാമാണെങ്കിൽ ഇമാമായി അല്ലെങ്കിൽ മഅ്മൂമിങ്ങളാണെങ്കിൽ ഇമാമോടുകൂടി ഞാൻ നിസ്കരിക്കുന്നു. അല്ലാഹു അക്ബർ. അങ്ങനെയാണ് നിയ്യത്ത് നമ്മൾ കരുതേണ്ടത്. ഇനി ഒരാളെ ഉള്ളൂ. ഇപ്പോൾ മരണപ്പെട്ടു, റഷീദ് എന്ന് പറയുന്ന വ്യക്തി മരണപ്പെട്ടു, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു അബൂബക്കർ എന്ന് പറയുന്ന ഒരു വ്യക്തി മരണപ്പെട്ടു, അല്ലെങ്കിൽ ഖദീജ എന്ന് പറയുന്ന ഒരു ഉമ്മ മരണപ്പെട്ടു. അപ്പോൾ അവർക്ക് വേണ്ടി മാത്രം നിസ്കരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്താണ് നിയ്യത്ത് കരുതേണ്ടത്? ഈ ഖദീജ എന്ന അല്ലെങ്കിൽ ആരാണോ പേര്, ആ പേര് ഓർമ്മയുണ്ടെങ്കിൽ പേര്, ഇനി ഇല്ലെങ്കിൽ ഈ ഇവിടെ പറയപ്പെട്ട അല്ലെങ്കിൽ ഈ മരണപ്പെട്ട വ്യക്തിയുടെ മേൽ ഫർളാക്കപ്പെട്ട നിസ്കാരം അല്ലാഹു തആലാക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു. അല്ലാഹു അക്ബർ. അങ്ങനെയാണ് നിയ്യത്ത് വെക്കേണ്ടത് കേട്ടോ. 3-ൽ അധികം ആളുകളുണ്ടെങ്കിൽ ഈ പറയപ്പെട്ട മയ്യിത്തുകളുടെ മേൽ ഫർളാക്കപ്പെട്ട നിസ്കാരം അല്ലാഹു തആലാക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു, മയ്യിത്ത് നിസ്കാരം. അങ്ങനെയാണ് നമ്മൾ കൈകെട്ടേണ്ടത് കേട്ടോ. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഈ ഇമാമ് നിൽക്കുന്ന ആള്, ഇപ്പോൾ മയ്യിത്ത് ഇങ്ങനെ കിടത്തിയിരിക്കുന്നു, ഇമാമ് നിൽക്കുന്ന ആള് ഈ മയ്യിത്ത് പുരുഷനാണെങ്കിൽ ഇമാമ് നിൽക്കുന്ന വ്യക്തി ആ മയ്യിത്തിൻ്റെ തലയുടെ ഭാഗത്താണ് നിൽക്കേണ്ടത്. ഇനി ഈ മയ്യത്തിനെ കിടത്തിയിരിക്കുന്നു, ഇനി ആ മയ്യത്ത് സ്ത്രീ ആണെങ്കിൽ ഇമാമ് നിൽക്കുന്ന ആൾ ആ മയ്യത്തിൻ്റെ വയറിൻ്റെ ഭാഗത്തായിരിക്കണം, അതായത് നടുഭാഗത്തായിട്ടായിരിക്കണം ഏകദേശം നിൽക്കേണ്ടത്. പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഇമാമ് ഉറക്ക തക്ബീറും സലാമും പറയണം. ഇമാമ് നിൽക്കുന്ന ആൾ അല്ലാഹു അക്ബർ
അപ്പോൾ മഅ്മൂമിങ്ങൾ അല്ലാഹു അക്ബർ എന്ന് പറയേണ്ട കാര്യമില്ല. മഅ്മൂമിങ്ങൾ ഉറക്കെ പറയേണ്ട. മഅ്മൂമിങ്ങൾ ഉറക്കെ പറയേണ്ടത് പെരുന്നാൾ നിസ്കാരത്തിലാണ്, മയ്യിത്ത് നിസ്കാരത്തിലല്ല. പല ആളുകളും ഈ പള്ളികളിലൊക്കെ മയ്യിത്ത് നിസ്കരിക്കുന്ന സമയത്ത് എന്തൊരൊച്ചപ്പാട്, എല്ലാവരും വളരെ ഒരു റാഹത്ത് കിട്ടാനൊക്കെ ആയിരിക്കും, പക്ഷെ അങ്ങനെയല്ല. ഇമാമ് മാത്രം അല്ലാഹു അക്ബർ കൈകിട്ടുന്ന സമയത്ത് ഉറക്കെ പറയുക. മഅ്മൂമിങ്ങൾ അങ്ങനെ ഉറക്കം സാധാ നിസ്കാരം പോലെ തന്നെ അവർ മനസ്സിൽ അല്ലെങ്കിൽ പതിയെ പറഞ്ഞാൽ മതി. ഒന്നാമത്തെ തക്ബീർ കഴിഞ്ഞു. അത് കഴിഞ്ഞ് സൂറത്തുൽ ഫാത്തിഹ. നമുക്ക് ഫാത്തിഹ സൂറത്ത് അറിയാലോ. സൂറത്തുൽ ഫാത്തിഹ പൂർണ്ണമായിട്ടും ഓതുക. അപ്പോൾ ഫാത്തിഹ സൂറത്ത് ഓതി കഴിഞ്ഞിട്ട് അല്ലാഹു അക്ബർ രണ്ടാമത്തെ തക്ബീർ. രണ്ടാമത്തെ തക്ബീറിന് ശേഷം ഏതെങ്കിലും ഒരു സ്വലാത്ത് ചൊല്ലുക എന്ന് ചില കിതാബിൽ കാണാം. ഏറ്റവും നല്ലത് ഏതാണ്? ഇബ്രാഹിമിയ സ്വലാത്ത്. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. ഈ ഇബ്രാഹിമിയ സ്വലാത്ത് പല രൂപത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇബ്രാഹിമിയ സ്വലാത്ത് ആയാൽ മതി. അതാണ് ചൊല്ലൽ സ്വലാത്തുകളിൽ ഏറ്റവും ഹൈറായത്. പ്രത്യേകിച്ച് നമ്മളൊക്കെ നിസ്കാരത്തിൽ അത്തഹിയാത്തിൽ ഓതുന്ന സ്വലാത്താണല്ലോ. അപ്പോൾ എല്ലാവർക്കും അറിയാം. പറയാവുന്ന ആ ഇബ്രാഹിമിയ സ്വലാത്ത് ഓതുക. അത് കഴിഞ്ഞ് മൂന്നാമത്തെ തക്ബീർ അല്ലാഹു അക്ബർ. മൂന്നാമത്തെ തക്ബീറിന് ശേഷം ഈ മയ്യിത്തിന് വേണ്ടിയുള്ള ദുആയാണ്. മയ്യിത്തിന് വേണ്ടിയുള്ള ദുആ. ഈ മയ്യിത്തിന് വേണ്ടിയുള്ള ദുആ പല ആളുകൾക്കും പൂർണ്ണമായിട്ടും അറിയോളം എറിഞ്ഞില്ല. പൂർണ്ണമായിട്ടും അറിയാത്ത ആളുകളുണ്ട് എങ്കിൽ അല്ലാഹുമ്മ ഗഫിർ ലഹു, അല്ലാഹുമ്മ ഗഫിർ ലഹു, അല്ലാഹുമ്മ ഗഫിർ ലഹു എന്നിങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുക. പൂർണ്ണമായിട്ടും അറിയാവുന്നവർ ആ ദുആ പൂർണ്ണമായും പറയുക. എങ്ങനെയാണ്? അപ്പോൾ മൂന്നാമത്തെ തക്ബീറെ. മൂന്നാമത്തെ തക്ബീറിന് ശേഷം നമ്മൾ മയ്യിത്തിന് വേണ്ടിയുള്ള ദുആയാണ്. അല്ലാഹുമ്മ ഗഫിർ ലഹു വർഹംഹു വഅഫു അൻഹു വആഫിഹി വഅക്രിം നുസ്ലഹു വവസ്സിഅ മദ്ഖലഹു വഅഗ്സിൽഹു ബിൽമാഇ വസ്സൽജി വൽബർദ് വനക്കിഹി മിനൽ ഖതായ കമാ യുനക്ക الثوبുൽ അബിയദു മിനദ് ദനസ് വഅബ്ദിൽഹു ദാരൻ ഖൈറൻ മിൻ ദാരിഹി വഅഹ്ലൻ ഖൈറൻ മിൻ അഹ്ലിഹി വസൗജൻ ഖൈറൻ മിൻ സൗജിഹി വജീറാനൻ ഖൈറൻ മിൻ ജീറാനിഹി വഅദ്ഖിൽഹുൽ ജന്നത വഅഇദുഹു മിൻ അദാബിൽ ഖബ്ർ വമിൻ എന്നാണ് ഈ മയ്യിത്ത് നിസ്കാരത്തിൻ്റെ മൂന്നാമത്തെ തക്ബീറിന് ശേഷം പറയുന്ന ദുആ. ഇതിൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുകൾ വ്യത്യാസമുണ്ടെങ്കിലും കുഴപ്പമില്ല. അവർക്ക് വേണ്ടി ആ മയ്യിത്തിന് വേണ്ടിയുള്ള ദുആ ആയാൽ മതി. ഇനി ഇത് പൂർണ്ണമായിട്ടും അറിയില്ലാത്തവർ അല്ലാഹുമ്മ ഗഫിർ ലഹു, അല്ലാഹുമ്മ ഗഫിർ ലഹു. എന്താ അതിൻ്റെ അർത്ഥം? അല്ലാഹുവേ ഈ മയ്യിത്തിന് നീ പുറത്തു കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ ഇദ്ദേഹത്തിന് നീ മഗ്ഫിറത്ത് കൊടുക്കണേ, മർഹമത്ത് കൊടുക്കണേ. അല്ലാഹുവേ ഇദ്ദേഹത്തിൻ്റെ ഖബർ നീ വിശാലമാക്കണേ, ഇദ്ദേഹത്തിൻ്റെ പദവി നീ ഉയർത്തിക്കൊടുക്കണേ. അല്ലാഹുവേ ഖബറിലേക്ക് വരുമ്പോൾ ആരാരുമില്ലാത്ത ഖബറാണല്ലോ, അദ്ദേഹത്തിന് നീ എല്ലാവിധ സമാധാനവും കൊടുക്കണേ അല്ലാ. സ്വർഗത്തിലെ ഭക്ഷണം കൊടുക്കണേ അല്ലാ. ഖൈറായ ഇണകളെ കൊടുക്കണേ അല്ലാ. ഖൈറായ അയൽവാസികളെ കൊടുക്കണേ അല്ലാ. ഖൈറായ ഭക്ഷണം കൊടുക്കണേ, വെള്ളം കൊടുക്കണേ. അല്ലാഹുവേ ഇദ്ദേഹം ചെയ്തിട്ടുള്ള പാപങ്ങളെല്ലാം നീ വിട്ടുപുറത്ത് മാപ്പാക്കണം. എങ്ങനെ? ഒരു വെള്ള വസ്ത്രം, അഴുക്കായ വെള്ള വസ്ത്രം അത് കഴുകി ശുദ്ധീകരിക്കുന്നത് പോലെ ഇദ്ദേഹത്തെ നീ ശുദ്ധീകരിക്കണേ അല്ലാ. ഇദ്ദേഹത്തെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണേ അല്ലാ. നരകത്തിൽ നിന്നും മോചിപ്പിക്കണേ അല്ലാ. ഖബറിന്റെ അദാബിനെ തൊട്ട് കാക്കണേ അല്ലാ എന്നൊക്കെയാണ് ഈ ദുആഇന്റെ ഏകദേശം മൊത്തത്തിൽ അർത്ഥം. അപ്പോൾ ഈ മയ്യിത്തിന് വേണ്ടിയുള്ള ദുആ മറന്നു പോവണ്ട. മരിച്ചത് ഒരാളാണ്, ഒരു പുരുഷൻ മാത്രമാണെങ്കിൽ അല്ലാഹുമ്മ ഗഫിർ ലഹു വർഹംഹു വഅഫു അൻഹു എന്ന് പറയുക. മരിച്ചത് ഒരു സ്ത്രീ മാത്രമാണ്, ഒരു പെണ്ണ് മാത്രമാണെങ്കിൽ അല്ലാഹുമ്മ ഗഫിർ ലഹാ വർഹംഹാ വഅഫു അൻഹാ വആഫിഹ എന്ന് ഹാ എന്ന് ചേർത്ത് പറയണം. നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല, പറഞ്ഞാൽ നല്ലതാണ്. അപ്പോൾ നമ്മൾ മൂന്നാമത്തെ തക്ബീറിലാണ്. അത് കഴിഞ്ഞ് നാലാമത്തെ തക്ബീർ അല്ലാഹു അക്ബർ. നാലാമത്തെ തക്ബീറിന് ശേഷം നിർബന്ധമായിട്ട് ഒന്നും പറയാനില്ല. പിന്നെ അവിടെ പറയൽ സുന്നത്താണ്. എന്ത്? اللهم لا تحرمنا أجره ولا تفتنا بعده واغفر لنا وله ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار എന്ന് പറയൽ സുന്നത്താണ്, നിർബന്ധമില്ല. അറിയാവുന്നവർ പറഞ്ഞാൽ മതി. ഇനി ഒന്നും അറിയില്ല എങ്കിൽ റബ്ബനാ ആതിനാ ഫിദ് ദുനിയ, അത് അറിയാത്തവരാരും ഉണ്ടാവില്ലല്ലോ, ആ ദുആ അവിടെ പറയൽ സുന്നത്താണ്. അപ്പോൾ നാലാമത്തെ തക്ബീർ. അതിനുശേഷം നമ്മൾ സലാം വീട്ടുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് എന്ന് പറഞ്ഞാലും മതി, പക്ഷെ പൂർണ്ണമായിട്ട് പറയൽ വളരെ സുന്നത്താണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ 4 തക്ബീർ കഴിഞ്ഞു, നമ്മൾ സലാം വീട്ടി. ഇത്രയേ മയ്യിത്ത് നിസ്കാരമുള്ളൂ. ഇതിപ്പോൾ ഇച്ചിരി നീട്ടി പരത്തി പറഞ്ഞത് സാധാരണ പല ആളുകളും പെട്ടെന്ന് കേട്ടിട്ട് അവർക്കൊന്നും മനസ്സിലാവില്ല. അതുകൊണ്ടാണ് വിശദീകരിച്ച് കുറേശ്ശെയായിട്ട് എൻ്റെ ഉമ്മമാർക്കും ഉപ്പമാർക്കും മനസ്സിലാകുന്ന രൂപത്തിൽ പറഞ്ഞു തന്നത്. അപ്പം എന്തായി?
മയ്യത്ത് നിസ്കാരത്തിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ പറഞ്ഞു. മയ്യത്ത് നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നിയ്യത്ത് എങ്ങനെയാണ്, നിയ്യത്ത് ഒരാളാണെങ്കിൽ എങ്ങനെ, 2 പേരാണെങ്കിൽ എങ്ങനെ, പിന്നെ 3 പേരാണെങ്കിൽ എങ്ങനെ എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ മയ്യത്ത് നിസ്കാരത്തിൽ ഈ ദുആ അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു വഅഫു അൻഹു വആഫിഹി വഅക്രിം നുസ്ലഹു എന്ന് പറഞ്ഞില്ലേ, ഇത് മയ്യത്ത് ഒരാളാണെങ്കിൽ, ഒരാളാണ് മയ്യത്ത് പുരുഷനുമാണെങ്കിൽ എന്താ പറയേണ്ടത്? അല്ലാഹുമ്മ ഗ്ഫിർ ലഹു. മരിച്ച ആള് ആണാണ്, പുരുഷനാണ്, ഒരാളെ ഉള്ളൂ എങ്കിൽ എങ്ങനെയാ പറയേണ്ടത്? അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു എന്ന്. ഇനി മരിച്ച വ്യക്തികൾ 2 പേരുണ്ട്, 2 പുരുഷന്മാരോ അല്ലെങ്കിൽ 2 സ്ത്രീകളോ അല്ലെങ്കിൽ ഒരു പുരുഷനോ ഒരു സ്ത്രീയോ ആണ്, 2 പേരും ഉണ്ട് എങ്കിൽ അവിടെ അല്ലാഹുമ്മ ഗ്ഫിർ ലഹുമാ വർഹംഹുമാ വഅഫു അൻഹുമാ വആഫിഹിമാ എന്ന് ഹുമാ എന്ന് ചേർത്താണ് പറയേണ്ടത്. ഇനി മരിച്ചത് 2-ൽ കൂടുതൽ ആളുകളുണ്ടെങ്കിൽ, 3 പേരാണെങ്കിൽ അല്ലാഹുമ്മ ഗ്ഫിർ ലഹും, 3ഓ 4ഓ 5ഓ 6ഓ ഒക്കെ എത്രയാണെങ്കിലും അല്ലാഹുമ്മ ഗ്ഫിർ ലഹും വർഹംഹും വഅഫു അൻഹും വആഫിഹിം വഅക്രിം നുസ്ലഹും, അവിടെ ഹും എന്ന് ചേർത്ത് പറയുക. ഇനി അതൊന്നും കുഴപ്പമില്ല, എത്ര പേര് മരിച്ചാലും അല്ലാഹുമ്മ ഗ്ഫിർ ലഹു അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു വഅഫു അൻഹു എന്ന് പറഞ്ഞാലും ശരിയാകുന്നതാണ്. പക്ഷെ അതിൻ്റെ നഹ്വിയായ രൂപമാണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ ഒന്നാമത് തക്ബീറിന് ശേഷം ഫാത്തിഹ, രണ്ടാമത്തെ തക്ബീറിന് ശേഷം സ്വലാത്ത്, മൂന്നാമത്തെ തക്ബീറിന് ശേഷം മയ്യത്തിന് വേണ്ടിയുള്ള ദുആ, നാലാമത്തെ തക്ബീറിന് ശേഷം നിർബന്ധമായി ഒന്നുമില്ല എങ്കിലും റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി എന്ന് പറയൽ സുന്നത്താണ്. അൽഹംദുലില്ലാ, മയ്യത്ത് നിസ്കാരവുമായി ബന്ധപ്പെട്ട രൂപം നമ്മൾ വിശദീകരിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് സമയം പോലെ എടുത്ത് എല്ലാവരും മനസ്സിലാക്കി വെക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് കേട്ട് പഠിച്ച് അമൽ ചെയ്യാനുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ മുഴുവൻ ആളുകൾക്കും അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാവട്ടെ. ഒരുപാട് ഉമ്മമാരും ഉപ്പമാരും ഉസ്താദേ ദ്വാരക്കണേ, ദ്വാ ചെയ്യണേ എന്ന് പറഞ്ഞ് ഒരുപാട് കമൻറ്റ് എഴുതിയിട്ടുണ്ട്. അല്ലാഹു എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ ഹാസിലാക്കുമാറാവട്ടെ. രോഗങ്ങൾക്ക് അല്ലാഹു ശിഫാ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു തആല നമ്മളൊക്കെ മരിച്ചു കഴിഞ്ഞ് നമുക്ക് വേണ്ടി ദുആരക്കുന്ന, നമുക്ക് വേണ്ടി നിസ്കരിക്കുന്ന, നമുക്ക് വേണ്ടി ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന നല്ല മക്കളാക്കി നമ്മുടെ മക്കളെ അല്ലാഹു തആല മാറ്റി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.